ഹലോ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരുടെയും ഇഷ്ടവിഭവമായ കരിമീൻ പൊള്ളിച്ചതാണ്. ആദ്യം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല കൂട്ടുകയാണ്. 1 ടീസ്പൂൺ ഉപ്പ്, 1.5 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ 4 മീനാണ് പൊള്ളിക്കുന്നത്, അപ്പോൾ അതിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ്. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നീട് നമ്മൾ ചേർക്കുന്നത് മസാല മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ്. പിന്നെ റെഡ് കാശ്മീർ ചില്ലിയാണ് പിന്നെ ചേർക്കുന്നത്. അതൊരു 1/2 ടീസ്പൂൺ മതി. പിന്നീട് 1 ടീസ്പൂൺ ഫിഷ് മസാല പൗഡർ, പിന്നെ ഒരു നാരങ്ങയുടെ നീരാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത്. പിന്നീട് മസാല യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ വിനാഗിരി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് മസാല നല്ലോണം മിക്സ് ചെയ്യുക. പിന്നീട് നമ്മൾ ഓരോ കരിമീനായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത്. എന്നിട്ടൊരു 10 മിനിറ്റ് നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ആ സമയം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം. ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാൻ. എന്നിട്ട് നമ്മളിതൊരു ബ്രൗൺ കളറാവുന്ന വരെ നമ്മളത് വഴറ്റിയെടുക്കുക. പിന്നീട് നമ്മൾ വലിയുള്ളി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ആ സമയം ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഉള്ളി നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് അതിലേക്ക് പച്ചമുളക് 2 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ചെറുള്ളിയാണ്. അത് നമ്മൾ നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കേണ്ടതാണ്. പിന്നെ അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. മറ്റൊരു പാനിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. മീൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർക്കുകയാണ്. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1
1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു ടീസ്പൂൺ ഫിഷ് മസാലയാണ് അടുത്ത് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പൊടിയുടെ പച്ചമണം മാറുന്നവരെ നമ്മൾ നന്നായിട്ട് വഴറ്റേണ്ടതാണ്. പിന്നെ ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മസാല ഗ്രേവി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മീനായിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാൻ. അങ്ങനെ നമ്മളെല്ലാ മീനും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി വാഴൻ്റെ ഇല വാട്ടിയിട്ട് നമ്മളിത് വാഴൻ്റെ ഇലയിൽ പൊതിയാണ്. ആദ്യം ഒരു വാഴയിലേക്ക് നമ്മൾ കുറച്ച് മസാല ഇട്ട് അതിന് മുകളിലായിട്ടാണ് നമ്മുടെ മീൻ വെക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടേണ്ടതാണ് നമ്മുടെ വാഴൻ്റെ ഇല. അങ്ങനെ നമ്മുടെ എല്ലാ മീനും നമ്മൾ വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞ് എടുക്കേണ്ടതാണ്. പിന്നീട് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഈ വാഴൻ്റെ ഇല 2 വശവും ചൂടാക്കി എടുക്കുന്നു.
അങ്ങനെ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ ഒരു കരിമീൻ പൊള്ളിച്ചതാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം.